Hi all, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വയർലെസ് നെറ്റ്വർക്കിങ്ങിൻ്റെ സ്വിച്ചിങ് നെറ്റ്വർക്ക്സ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേയിൽ അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 5 നമ്മൾ ഓൾറെഡി പാർട്ട് 4 വരെ കംപ്ലീറ്റ് ചെയ്തു വയർലെസ് നെറ്റ്വർക്കിങ്ങിൽ മൊഡ്യൂൾ 6ൽ. സോ അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം EC404 മൊഡ്യൂൾ 6 വയർലെസ് നെറ്റ്വർക്കിങ്ങിൻ്റെ ടോപ്പിക്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോസൊക്കെ കാണുക, അതിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ വീഡിയോ വരുന്നത്. അപ്പോൾ അത് കണ്ടാലേ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ജസ്റ്റ് ഒരു റാപ്പപ്പ് ആയിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണക്ഷൻലെസ് പ്രോട്ടോക്കോളും കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോളും എന്ന് വെച്ചാൽ അതൊക്കെ വയർലെസ് നെറ്റ്വർക്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാഫിക് റൂട്ടിംഗ് ഇൻ വയർലെസ് നെറ്റ്വർക്ക്സ്. അപ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ വയർലെസ് നെറ്റ്വർക്കിൽ ട്രാഫിക്സ് എല്ലാം റൂട്ട് ചെയ്യുന്നത്, അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് സർക്യൂട്ട് സ്വിച്ചിങ്. അതിൽ ഫസ്റ്റ് പോയിന്റ് സർക്യൂട്ട് സ്വിച്ചിങ്ങും ഉണ്ട്, നമുക്ക് അതേപോലെ തന്നെ പാക്കറ്റ് സ്വിച്ചിങ്ങും ഉണ്ട്. ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇത് X.25 പ്രോട്ടോക്കോൾ, ഈ മൂന്ന് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വയർലെസ് നെറ്റ്വർക്കിങ്ങിലെ ട്രാഫിക് റൂട്ടിംഗ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ സെല്ലുലാർ സിസ്റ്റം പ്രൊവൈഡ് കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് ഫോർ ഈച്ച് വോയിസ് യൂസർ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യാണ് ഫസ്റ്റ് ജനറേഷൻ സെല്ലുലാർ സിസ്റ്റം എന്താണെന്നുള്ളത്, അതിനകത്തുള്ള അതിൻ്റെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് ഈച്ച് യൂസറിനും കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസാണ് കൊടുക്കുന്നത്. എന്നുവെച്ചാൽ ഒരു ഫിക്സഡ് കണക്ഷൻ ഉണ്ടാവും എല്ലാ യൂസറിനും, അതേപോലെ ഫിക്സഡ് ബാൻഡ് വിഡ്ത്ത് അതിന് പ്രൊവൈഡ് ചെയ്യും. സോ ആ ഒരു ബാൻഡ് വിഡ്ത്തിനുള്ളിൽ വെച്ചിട്ടാണ് ആ വോയിസും ഡാറ്റ എല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നതും അവർ തമ്മിലുള്ള കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് എന്ന് പറയുന്നത്. So voice channels are dedicated for users at a serving base station, and network resources are dedicated to the voice traffic upon initiation of call. അപ്പോൾ വോയിസ് ചാനൽസിൽ ഡെഡിക്കേറ്റഡ് യൂസേഴ്സിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് വോയിസ് ചാനൽസ് ഉണ്ടാവും ബേസ് സ്റ്റേഷനിൽ. അതേപോലെ തന്നെ നെറ്റ്വർക്ക് റിസോഴ്സ് ആർ ഡെഡിക്കേറ്റഡ് ടു ദി വോയിസ് ട്രാഫിക് അപ്പോൺ ഇനീഷ്യേഷൻ ഓഫ് കോൾ. അതേപോലെ തന്നെ നമുക്ക് നെറ്റ്വർക്ക് റിസോഴ്സസ് ഒരു കോൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അതും ഡെഡിക്കേറ്റഡ് ആയിരിക്കും, അതുകൊണ്ടാണ് കണക്ഷൻ ഓറിയൻറ്റഡ്. സോ ദാറ്റ് ഈസ് ദ MSC ഡെഡിക്കേറ്റ്സ് എ വോയിസ് ചാനൽ കണക്ഷൻ ബിറ്റ്വീൻ ദ ബേസ് സ്റ്റേഷൻ ആൻഡ് ദി PSTN ഫോർ ദി ഡ്യൂറേഷൻ ഓഫ് എ സെല്ലുലാർ ടെലിഫോൺ കോൾ. അപ്പോൾ നമ്മൾ എൻ്റയർ ഡ്യൂറേഷൻ എൻ്റയർ കോളിൽ വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ബേസ് സ്റ്റേഷനും ഒരു ഡെഡിക്കേറ്റഡ് കണക്ഷൻ ഉണ്ടാവും ആ ഒരു യൂസറിന്. അതേ ടൈമിൽ തന്നെ ആ MSCയും അല്ലെങ്കിൽ മൊബൈൽ സ്വിച്ചിങ് സെൻറ്ററും അതേപോലെ തന്നെ PSC പബ്ലിക് സ്വിച്ച് ടെലിഫോൺ നെറ്റ്വർക്കും തമ്മിലും ഒരു ഡയറക്റ്റ് കണക്ഷനും ഡെഡിക്കേറ്റഡ് വോയിസ് ചാനൽ കണക്ഷനും ഉണ്ടാവും. Furthermore, a calling initiation sequence is required to connect the called and calling parties on a cellular system. So calling initiation sequence ഒരു കോളിംഗ് പാർട്ടീസോ അല്ലെങ്കിൽ സെല്ലുലാർ സിസ്റ്റത്തിലും റിക്വയർഡ് ആണ്. സോ വെൻ യൂസ്ഡ് ഇൻ കൺജഷൻ വിത്ത് റേഡിയോ ചാനൽസ് കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് ആർ പ്രൊവൈഡഡ് ബൈ എ ടെക്നിക് കോൾഡ് സർക്യൂട്ട് സ്വിച്ചിങ്. So since a physical audio radio channel is dedicated switched into use for a two-way traffic between the mobile users and the MSC, and the PSTN dedicates a voice circuit between the MSC and the end user. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്യൂട്ട് സ്വിച്ചിങ് എവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യൂസ്ഡ് ഇൻ കൺജക്ഷൻ വിത്ത് ദ റേഡിയോ ചാനൽസ്. അപ്പോൾ റേഡിയോ ചാനൽസ് ആയിട്ട് രണ്ടും കൂടെ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസിൽ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് ഈ സർക്യൂട്ട് സ്വിച്ചിങ്. അപ്പോൾ ഫിസിക്കൽ റേഡിയോ ചാനൽ ഈസ് ഡെഡിക്കേറ്റഡ് ഫോർ ദ ടു വേ ട്രാഫിക് ബിറ്റ്വീൻ ദി മൊബൈൽ യൂസർ ആൻഡ് ദി MSC. അപ്പോൾ മൊബൈൽ യൂസർ MSC തമ്മിൽ ഒരു ടു വേ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ആൻഡ് ദ PSTN ഡെഡിക്കേറ്റ്സ് എ വോയിസ് സർക്യൂട്ട് ബിറ്റ്വീൻ ദ MSC ആൻഡ് ദി എൻഡ് യൂസർ. അപ്പോൾ PSTN എന്ത് ചെയ്യും, ഒരു ഡെഡിക്കേറ്റഡ് വോയിസ് സർക്യൂട്ട് MSCക്കും എൻഡ് യൂസറിനും കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട് സ്വിച്ചിങ് എന്ന് പറയുന്നത്. സർക്യൂട്ട് സ്വിച്ചിങ് മെത്തേഡ് ഒരു കൺജഷൻ വരുന്ന സമയത്ത് കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസിൽ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഈ സർക്യൂട്ട് സ്വിച്ചിങ്. ആസ് കോൾസ് ആർ ഇനീഷ്യേറ്റഡ് ആൻഡ് കംപ്ലീറ്റഡ്, ഡിഫറെൻറ്റ് ഓഡിയോ സർക്യൂട്ട്സ് ആർ ഡെഡിക്കേറ്റഡ് PSTN വോയിസ് ചാനൽ വോയിസ് സർക്യൂട്ട്സ് ആർ സ്വിച്ചഡ് ഇൻ ആൻഡ് ഔട്ട് ടു ഹാൻഡിൽ ദ ട്രാഫിക്സ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ സ്വിച്ചസ് ഓണോ ഓഫ് ആക്കും അല്ലെങ്കിൽ ഇൻ ആൻഡ് ഔട്ട് ആക്കും ആ ട്രാഫിക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സർക്യൂട്ട് സ്വിച്ചിങ് എസ്റ്റാബ്ലിഷസ് എ ഡെഡിക്കേറ്റഡ് കണക്ഷൻ എ റേഡിയോ ചാനൽ ബിറ്റ്വീൻ ബേസ് ആൻഡ് മൊബൈൽ ആൻഡ് ഡെഡിക്കേറ്റഡ് ഫോൺ ലൈൻ ബിറ്റ്വീൻ MSC ആൻഡ് PST. ഇപ്പോൾ ബേസിക്കലി രണ്ട് കണക്ഷൻ ഉണ്ട്, ഡെഡിക്കേറ്റഡ് കണക്ഷൻ ഉണ്ട്. ഒന്ന് ബേസ് സ്റ്റേഷനും മൊബൈലും തമ്മിൽ, രണ്ടാമത് ഡെഡിക്കേറ്റഡ് ഫോൺ ലൈൻ ബിറ്റ്വീൻ MSC ആൻഡ് PSTN ഫോർ ദ എൻറ്റയർ ഡ്യൂറേഷൻ ഓഫ് എ കോൾ. അപ്പോൾ despite the fact that a mobile user may
hand off to different base station, there is always a dedicated radio channel to provide service to the user. അപ്പോൾ നമ്മളിത് ഹാൻഡ് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിലും വേറൊരു മൊബൈൽ യൂസറുമായിട്ട് ഹാൻഡ് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിലോ അപ്പോഴും അവിടെ ഡെഡിക്കേറ്റഡ് റേഡിയോ ചാനൽസ് യൂസറിനൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് MSC dedicates a fixed full duplex phone connection to the PSTN. അതേപോലെ തന്നെ MSC എന്ത് ചെയ്യും, ഒരു ഡെഡിക്കേറ്റഡും അതേപോലെ തന്നെ ഫുൾ ഡ്യൂപ്ലെക്സ് കണക്ഷൻ PSTN ഒരു ഫുൾ ഡ്യൂപ്ലെക്സ് കണക്ഷനും ഉണ്ടാവുന്ന സമയത്ത്. And wireless data networks are not well supported by circuit switching due to their short base transmission, which are often followed by period of inactivity. അപ്പോൾ വയർലെസ് ഡാറ്റ നെറ്റ്വർക്ക്സ് ഈ സർക്യൂട്ട് സ്വിച്ചിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല, ബിക്കോസ് അവർ ഷോർട്ടാണ്, അതേപോലെ തന്നെ ബേസ്റ്റി ട്രാൻസ്മിഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതവർ യൂസ് ചെയ്യുന്നില്ല, സർക്യൂട്ട് സ്വിച്ചിങ് അവർ പ്രിഫർ ചെയ്യുന്നില്ല വയർലെസ് ഡാറ്റ നെറ്റ്വർക്കിൽ. ഓഫ്റ്റൻ ദ ടൈം required to establish a circuit exceeds the duration of data transmission. Circuit switching is best suited for a dedicated voice-only traffic or for instances where data is continuously sent over long period of time. അപ്പോൾ സർക്യൂട്ട് സ്വിച്ചിങ് എപ്പോഴാണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ഡ്യൂറേഷനിൽ ഡാറ്റ കണ്ടിന്യൂസ് ആയിട്ട് സെൻഡ് ചെയ്യുന്ന കേസിൽ അത് വർത്തായിരിക്കും. പക്ഷേ അല്ലാത്ത സ്ഥിതിക്ക് ചില പീരീഡ് ഓഫ് ഇനാക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതിനകത്ത് ഈ ഒരു സർക്യൂട്ട് സ്വിച്ചിങ് പോസിബിൾ അല്ലാണ്ട് വരും. സോ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാക്കറ്റ് സ്വിച്ചിങ് ആണ്. സോ പാക്കറ്റ് സ്വിച്ചിങ് തന്നെ കണക്ഷൻലെസ് സർവീസ് എക്സ്പ്ലോയിറ്റ്സ് ദ ഫാക്ട് ദാറ്റ് ദ ഡെഡിക്കേറ്റഡ് റിസോഴ്സ് ആർ നോട്ട് റിക്വയർഡ് ഫോർ എ മെസ്സേജ് ട്രാൻസ്മിഷൻ. ഇപ്പോൾ കണക്ഷൻലെസ് സർവീസിൽ തന്നെ രണ്ട് ഡെഡിക്കേറ്റഡ് ചാൻസ് ഇല്ല, പക്ഷേ എന്നിരുന്നാൽ പോലും അത് ആ ഒരു റിസോഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ആ ഒരു പെർട്ടിക്കുലർ റിസോഴ്സിന് നമുക്കത് ആവശ്യമില്ലാത്ത വരും. അപ്പോൾ അങ്ങനത്തെ കേസിൽ packet switching is also called a virtual switching, is the most common technique used to implement connectionless services and allow a large number of data users to remain virtually connected to the physical channel in the network. അപ്പോൾ ഇതെന്ന് വെച്ചാൽ വിർച്വൽ സ്വിച്ചിങ്, പാക്കറ്റ് സ്വിച്ചിങ്ങിനെ വേറെ പറയാം വിർച്വൽ സ്വിച്ചിങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വിർച്വലി നമ്മൾ ഈ റിസോഴ്സുമായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി പാക്കറ്റ് സ്വിച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണക്ഷനിലെ സർവീസസ് ഇംപ്ലിമെൻ്റ് ചെയ്യാനും അതുപോലെ ലാർജ് നമ്പർ ഓഫ് ഡാറ്റ യൂസേഴ്സ് പ്രൊവൈഡ് ചെയ്യാനും അത് വിർച്വലി കണക്റ്റഡ് ടു ഫിസിക്കൽ ചാനൽ ഇൻ ദ നെറ്റ്, അത് നെറ്റ്വർക്കിൽ വിർച്വലി കണക്റ്റഡ് ആയിരിക്കുകയും ചെയ്യും. സിൻസ് ഓൾ യൂസേഴ്സ് മേ ആക്സസ് ദ നെറ്റ്വർക്ക് റാൻഡംലി ആൻഡ് അറ്റ് വിൽ, കോൾ സെറ്റപ്പ് പ്രൊസീജിയേഴ്സ് ആർ നോട്ട് നീഡഡ് ടു ഡെഡിക്കേറ്റ് സ്പെസിഫിക് സർക്യൂട്ട് വെൻ എ പെർട്ടിക്കുലർ യൂസർ നീഡ്സ് ടു സെൻഡ് ഡാറ്റ. സോ പാക്കറ്റ് സ്വിച്ചിങ് ബ്രേക്സ് ഈച്ച് മെസ്സേജ് ഇൻ ടു സ്മോളർ യൂണിറ്റ് ഓഫ് ട്രാൻസ്മിഷൻ ആൻഡ് റിക്കവറി. അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാക്കറ്റ് സ്വിച്ചിങ്ങിനകത്ത് നമ്മൾ വിർച്വലി കുറേ ഡാറ്റ, ലാർജ് നമ്പർ ഓഫ് ഡാറ്റ യൂസേഴ്സ് നമ്മൾ റിസോഴ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കോൾ ചെയ്യുന്ന സമയത്ത് അതിന് ഈ പറഞ്ഞ പോലെ സെറ്റപ്പ് കോൾ ഹാൻഡ്ലിംഗ് പ്രൊസീജിയേഴ്സ് ഒന്നും ഇതിന് വേണ്ട ആവശ്യമില്ല. കാരണം ഇത് റാൻഡംലി ആയിരിക്കും നമ്മൾ കോൾ ചെയ്യുന്നതും വിളിക്കുന്നതും. വയർലെസ് കണക്ഷനിലെ സർവീസാണ്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ കോൾ ചെയ്യുന്ന ആ ടൈമിൽ നമുക്കിത് ആക്സസ് ചെയ്യാനും പറ്റും. അതുപോലെ നമ്മുടെ ഡാറ്റ അത് പാക്കറ്റ്സ് ആയിട്ട് സ്മോളർ യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ ട്രാൻസ്മിഷനും അതേപോലെ തന്നെ റിക്കവറിയൊക്കെ ചെയ്യും ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാക്കറ്റ് സ്വിച്ചിങ് ആണ് കണക്ഷനിലെ സർവീസിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ വെൻ എ മെസ്സേജ് ഇസ് ബ്രോക്കൺ ഇൻ ടു പാക്കറ്റ്സ്, എ സർട്ടൻ എമൗണ്ട് ഓഫ് കൺട്രോൾ ഇൻഫർമേഷൻ ഈസ് ആഡഡ് ടു ഈച്ച് പാക്കറ്റ് ടു പ്രൊവൈഡ് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ഐഡൻറ്റിഫിക്കേഷൻ ആസ് വെൽ ആസ് എറർ റിക്കവറി പ്രൊവിഷൻ. അപ്പോൾ നമ്മൾ ഈ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെസ്സേജ് അതിനകത്ത് കൺട്രോൾ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനകത്തുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സോഴ്സും ഡെസ്റ്റിനേഷൻ ഐഡൻറ്റിഫിക്കേഷൻ അതേപോലെ തന്നെ എറർ റിക്കവറി പ്രൊവിഷൻസും കൊടുത്തിട്ടുണ്ട്. So the figure illustrates a sequential format of packet transmission. അപ്പോൾ ഫിഗറിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിനകത്ത് ഹെഡർ ഉണ്ട്, യൂസർ ഡാറ്റ ഉണ്ട്, അതേപോലെ ട്രെയിലറും ഉണ്ട്. അപ്പോൾ ഹെഡറും ട്രെയിലറും ആണ് നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ ആയിട്ടുള്ള യൂസർ സോഴ്സും ഡെസ്റ്റിനേഷൻസും ഒക്കെ യൂസർ ഡാറ്റയാണ്. പിന്നെ സോ പാക്കറ്റ് ഡാറ്റ ഇൻഫർമേഷൻ്റെ ഫിഗർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഫീൽഡ്സിന് ടിപ്പിക്കൽ പാക്കറ്റ് ഡാറ്റയിലുള്ള ഇൻഫർമേഷൻസ് ആണ്. ഫസ്റ്റ് ഫ്ലാഗ് ഉണ്ടാവും, അതേപോലെ തന്നെ അഡ്രസ് ഫീൽഡ്, കൺട്രോൾ ഫീൽഡ്, ഇൻഫർമേഷൻ ഫീൽഡ്, ഫ്രെയിം ചെക്ക്, സീക്വൻസ് ഫീൽഡ്. അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്തുള്ള ഫീൽഡ്സ്. So the packet consists of header information, the user data and the trailer, and the header information specify the beginning of a new packet and contains the source address, destination address, packet sequence number and other muting and billing information. So the user data contains information which is generally
protected with error control coding. The trailer contains a cycle redundancy checksum which is used for error detection at receiver. So നമ്മൾ ഈ error control codingും അതേപോലെ checksums ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്കിനകത്ത്. സോ നിങ്ങൾക്ക് അതും വേണമെങ്കിൽ റെഫർ ചെയ്യുന്നതാണ്. എന്താണ് ഈ CSE, CRC അതേപോലെ തന്നെ ഈ എറർ കൺട്രോൾ കോഡിംഗ് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ചോദിച്ചിട്ട് figure show the structure of transmitted packet which is typically consists of 5 field flag bits, the address field, the control field, and the information field, and then frame check sequence field. So the flag bits are specific or reserved and bit sequence that indicate the beginning and end of each packet. So flag bits എന്ന് പറയുന്നത് specific ആണ്, അതേപോലെ തന്നെ reserved bits of sequence ആണ് to indicate the beginning and end of each packet. The address field contains the source and destination address for transmitting messages and for receiving acknowledgements. The control field defines functions such as a transfer of acknowledgement, automatic repeat request, and packet sequencing. അപ്പോൾ നിങ്ങൾക്ക് ഇത് വായിച്ചൊക്കെ തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ അത് അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി, നല്ല മാർക്ക് കിട്ടാനും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ദ ഇൻഫർമേഷൻ ഫീൽഡ് കണ്ടെയ്ൻസ് ദി യൂസർ ഡാറ്റ ആൻഡ് മേ ഹാവ് വേരിയബിൾ ലെങ്ത്. The final field in the frame sequence is to check CRC, cycle redundancy check, that is used for error detection. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാക്കറ്റ് ഡാറ്റ ഫോർമാറ്റ് വരുന്നത്. അതേപോലെ തന്നെ പാക്കറ്റ് ഡാറ്റയിലുള്ള ഫീൽഡ്സിൻ്റെ എക്സ്പ്ലനേഷൻസും. So in contrast to circuit switching, packet switching is very efficient, provide excellent channel efficiency for base state data transmission for short length. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ സർക്യൂട്ട് സ്വിച്ചിങ്ങിന് ഷോർട്ട് ലെങ്ത്തിലുള്ള കണക്ഷൻ അത്ര എഫിഷ്യൻ്റ് അല്ല. പക്ഷേ പാക്കറ്റ് സ്വിച്ചിങ്ങിനാണെങ്കിൽ ഇറ്റ്സ് ഓൾസോ കോൾഡ് പാക്കറ്റ് റേഡിയോ when used over a wireless link provides an excellent channel efficiency provide ചെയ്യുന്നുണ്ട് packet switching. So the advantage of packet switched data is that the channel is utilized only when sending or receiving base information. അപ്പോൾ പാക്കറ്റ് സ്വിച്ചിങ്ങിൻ്റെ ഒരു ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ എപ്പോഴാണോ നമ്മൾ ഡാറ്റ റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്ന ആ ടൈമിൽ മാത്രമേ ആ റിസോഴ്സ് ഫുള്ളി അവർ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മുടെ സർക്യൂട്ട് സ്വിച്ചിങ് നമ്മൾ ഫിക്സഡ് ആയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ചാനൽ യൂസറിന് കൊടുക്കുന്നുണ്ട് എൻ്റയർ കമ്മ്യൂണിക്കേഷനിൽ. അത് ചിലപ്പോൾ വെറുതെ കിടക്കുമായിരിക്കും, ചിലപ്പോൾ യൂസ് ചെയ്യുന്നില്ലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഡാറ്റ വെറുതെ ആ ഒരു റിസോഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിൻ്റെ ചാൻസ് സർക്യൂട്ട് സ്വിച്ചിൻ്റെ അങ്ങനെ ഒരു കേസ് വരുന്നുണ്ട്. സോ പാക്കറ്റ് റേഡിയോ, this benefit is valuable for the case of a mobile user where the available bandwidth is limited. The packet radio approach support intelligent protocols where data flows and transmission which can provide highly reliable transfer in degraded channel condition. അപ്പോൾ പാക്കറ്റ് റേഡിയോ അപ്രോച്ച് കുറച്ചുകൂടെ ട്രാൻസ്മിഷൻ എഫിഷ്യൻ്റ് ആയിരിക്കും. അതേപോലെ ഫ്ലോ കൺട്രോൾ, ഡാറ്റ ഫ്ലോ കൺട്രോളും ട്രാൻസ്മിഷനും ഒരു ഹൈലി റിലയബിൾ ട്രാൻസ്ഫറൊക്കെ കിട്ടും. സോ X.25 is widely used packet radio protocol that defines a data interface for a packet. അപ്പോൾ X.25 എന്ന പ്രോട്ടോക്കോള് നമ്മൾ ഈ പാക്കറ്റ് റേഡിയോ പ്രോട്ടോക്കോളിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. X.25 protocol. So X.25 was developed by CCITT, now ITUT, to provide standard connectionless network access packet switching protocols for the three lowest layers like layers 1, layer 2, layer 3 of the open system interconnection model, OSI model. So X.25 protocol provides a standard interface between originating and terminating subscriber equipment called data terminal equipment DTE and the base station called data circuit terminating equipment or DCE, data circuit terminating equipment, and then data terminal equipment, and the MSC called data switching exchange DSE. Particularly X.25 protocol provide ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഇൻ്റർഫേസ് ആണ് ബിറ്റ്വീൻ ദ ഒറിജിനേറ്റിംഗ് ആൻഡ് ടെർമിനേറ്റിംഗ് സബ്സ്ക്രൈബർ എക്യുപ്മെൻറ്റ്. ഒറിജിനേറ്റിംഗ് ടെർമിനേറ്റിംഗ് സബ്സ്ക്രൈബർ എക്യുപ്മെൻറ്റ് നമ്മൾ വിളിക്കുന്നത് DTE, ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്. അതേപോലെ തന്നെ ബേസ് സ്റ്റേഷൻ നമ്മൾ വിളിക്കുന്നത് ഡാറ്റ സർക്യൂട്ട് ടെർമിനേറ്റിംഗ് എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ DCE, and the MSC is called data switching exchange. So X.25 protocol are used in many packet radio area interface as well as fixed networks. ഇത് fixed networks use ചെയ്തിട്ടുണ്ട്. So a figure shows the hierarchy of X.25 protocol in OSI model. So OSI model figure ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് DTE, അല്ല ബേസ് സ്റ്റേഷൻ DCE and MSC DSC, then base station again DCE and DTE. So
ലാസ്റ്റ് ലോവസ്റ്റ് ലെയേഴ്സിലുള്ള ലാസ്റ്റ് 3 ലെയേഴ്സിലാണ് ലെയർ 1 ലെയർ 2 ലെയർ 3യിലാണ് നമ്മൾ ഈ പ്രോട്ടോക്കോൾ അപ്ലൈ ചെയ്യുന്നത്. സോ ലെയർ 1 പ്രോട്ടോക്കോൾ deals with the electrical, mechanical, procedural and functional interface between the subscriber and the base station. So basically subscriber base station തമ്മിലുള്ള ആ ഒരു connection provide ചെയ്യുക, the base station and the subscriber. So layer 2 protocol defines the data link on the common air interface between the subscriber and the base station. And layer 3 provide connection between base station and the MSC and is called packet layer protocol. So packet assembler pad. So packet assembler disassembler means pad is used at layer 3 to connect network using X.25 interface with devices that are not equipped with the standard of X.25 interface. So ഏതെങ്കിലും ഡിവൈസ് ഈ പ്രോട്ടോക്കോൾ ആയിട്ട് equipped അല്ല എന്നുണ്ടെങ്കിൽ പോലും ഈ പാക്കറ്റ് അസംബ്ലർ ഡിസംബ്ലർ പാഡ് ഈസ് യൂസ്ഡ് അറ്റ് ദ ലെയർ 3. ലെയർ 3 യൂസ് ചെയ്ത ഈ ഒരു പാഡ് എന്ന് പറഞ്ഞ ഒരു ഇത് അത് കണക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. The X.25 protocol does not specify particular data rates or how packet switched networks are implemented. Rather, X.25 provides a series of standard functions and format which gives structure to design of software that is used to provide packet data on generic connectionless network. അപ്പോൾ പർട്ടിക്കുലർലി ഇത്ര ഡാറ്റ റേറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണത് പാക്കറ്റ് സ്വിച്ച് ചെയ്യുന്നതെന്നൊന്നും അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ അതിനകത്ത് കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതേപോലെ സ്റ്റാൻഡേർഡ് ഫങ്ഷൻസും ഫോർമാറ്റ്സും ഒക്കെ ഉണ്ട്. അതുവഴി നമുക്ക് ജനറിക് ആയിട്ട് ഒരു നെറ്റ്വർക്കിനകത്ത് എങ്ങനെ ഡാറ്റ പാക്കറ്റ്സ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു നമുക്ക് തീരുമാനിക്കാവുന്ന. സോ ഇതാണ് ബേസിക്കലി നമ്മുടെ സർക്യൂട്ട് സ്വിച്ചിങ് ട്രാഫിക്. ഒരു വയർലെസ് നെറ്റ്വർക്കിങ്ങിൽ ട്രാഫിക് റൂട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം എഴുതാവുന്നതാണ്. ഇതിലൊരു പോയിന്റ് പോലും മിസ്സാക്കരുത്. ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കണ്ടുമുട്ടാം. ഇതിൻ്റെ ബാക്കി തന്നെയാണ് നെക്സ്റ്റ് സെക്ഷനും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കണ്ടുമുട്ടാം. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.